വെൽക്കം ബാക്ക് ടു എൻജോയ് എൻജോയ്ക്ക്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്ന ചത്തപ്പച്ച മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് അല്ലേ? ചത്തപ്പച്ച ചത്തപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറയുന്ന പേര് ഭയങ്കര ഡിഫറെന്റ് കേട്ടോ. ശരിക്കും നമ്മൾ പച്ചത്തത്താന്നൊക്കെയല്ലേ പറയാ, ചത്തപ്പച്ച അങ്ങനെ പറയില്ല. പെട്ടെന്ന് നമുക്കൊരു ദ റിംഗ് ഓഫ് റൗഡീസ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇതിനകത്ത് സ്റ്റാർ കാസ്റ്റ് നോക്കുമ്പോഴാണെങ്കിൽ അർജുൻ അശോകൻ, പിന്നെയാണെങ്കിൽ റോഷൻ മാത്യു, വിശാഖ് നായർ ഇവരൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് പ്രൊഡക്ഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് ധർമ്മ പ്രൊഡക്ഷൻ, ഞാൻ ധരം പ്രൊഡക്ഷൻ ആണെന്നൊക്കെ അതാണ് സംഭവം. ട്രെയിലറിൽ ആ ഒരു തമ്മിലാണെന്നില്ല, ഭയങ്കര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല, ഒരു വലിയ എന്തോ ഒരു സാധനം വരുന്ന ഒരു ഫീല് ഭയങ്കരമായിട്ട്. അത് മാത്രല്ല കേട്ടോ, ഇത് ഏകദേശം എല്ലാ ലാംഗ്വേജിലും ഇറങ്ങുന്നുണ്ട്. അതായത് ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണ് സംഭവം ഇറങ്ങാൻ പോകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് നമ്മളെ കളങ്കാവലിലെ റീസെന്റ് ചെയ്തിട്ടുള്ള മുജീബ് മജീദാണ്. അത് കൂടാണ്ട് തന്നെ നമ്മളെ ഈ പടത്തിന്റെ സ്കോർ പാട്ട് ചെയ്തേക്കുന്നത് ശങ്കർ എഹ്സാൻ ലോയാണ്. അതാണ് അടുത്ത ഗ്രാൻഡ്. അതാണ് അഗൈൻ സർപ്രൈസിങ് ആയിട്ടുള്ള. അതായത് ഇതിനകത്ത് എല്ലാ ഇപ്പൊ നമ്മള് ഇപ്പൊ അർജുൻ അശോകൻ അവരൊക്കെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ എപ്പോഴും എന്താ പറയുക, ഇങ്ങനെ ഒരു വലിയൊരു പടം വരുമ്പോൾ, അത് പ്രത്യേകിച്ച് പാൻ ഇന്ത്യൻ ലെവലൊക്കെ ഒരു പടം വരുന്ന സമയത്ത് എന്തായാലും അതിനകത്തൊരു സീനിയർ ആക്ടർ എന്തായാലും അവർ വെക്കും. അപ്പോ അതാണ് എന്താണ് സംഭവം അറിയാൻ റൂമർ കേട്ടിട്ടുണ്ട്. ഞാൻ റൂമർ കേട്ടേക്കണം മമ്മൂക്ക് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുണ്ട്. പേരെഴുതിയിട്ടില്ല. പക്ഷെ ഇന്നലെ എന്തോ അല്ല അറിയില്ല, കാരണം പക്ഷെ ഇതിനകത്ത് നമ്മളെ ഡിസ്ക്രിപ്ഷനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഉണ്ട് എന്നുള്ള ഒരു റൂമർ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് തൈക്കുടം സനൂപ് അങ്ങനെ എന്തോ ആണ് റൈറ്റർ പ്ലസ് സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ അദ്വൈത് നായർ, അങ്ങനെ എല്ലാം അവിടെയൊക്കെ പുതിയതാണ്. പക്ഷെ വേറെയൊക്കെ കുറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, എല്ലാ ഓഡിയൻസിനും, അതായത് പാൻ ഇന്ത്യൻ ലെവലിൽ എല്ലാ ഓഡിയൻസിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. പിന്നെ പേരടക്കം ഭയങ്കര വ്യത്യാസമുണ്ട്, റിംഗ് ഓഫ് റൗഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും കാണാം. റെഡി? ഇംഗ്ലീഷാ പേടിക്കണ്ട, ഞാൻ പഠിച്ചത് പണ്ടപ്പോ ആൾക്കാർ ഇവിടെ ഓണാക്കണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അമേരിക്കനായിട്ടോളൂ നമ്മുടെ നാട്ടിൽ നടക്കണം. കോസ്റ്റ്യൂമിസ്റ്റിക് നാടകം കലക്കൻ മ്യൂസിക്കും ഉണ്ട്. ഗ്രാൻഡ് ഉണ്ട് കേട്ടോ. പണി ചെയ്ത് ജീവിക്കാൻ പാടില്ല. കാര്യം നിങ്ങൾ പറഞ്ഞ ഈ പരിപാടി ശരിക്കും മനസ്സിലാവില്ല. ഇവിടെ നമ്മുടെ റെസ്ലിംഗ് നമ്മളുടെ കട്ടക്കാരല്ലേ, ഇത് പിടിച്ചാലാ അല്ലേ? വൈകിട്ടടിച്ച പോലെ അല്ലല്ലോ, കയ്യിൽ നിന്ന് പോയല്ല. എന്താ പറ്റിയേ? ഞാൻ എന്റെ കൊച്ചിൻ്റെ കൂടെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വന്നതാണ്. അത് നിങ്ങളുടെ മാർഗങ്ങളിലൂടെ ആയിട്ടല്ല. അമ്മോ അല്ലേ? ഗ്രാൻഡ് ഉണ്ട് കേട്ടോ. ഇഷാൻ ഇതോടെ തീർക്കണം കൂട്ടുമ്പടക്കം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആനന്ദ് ചന്ദ്രൻ ക്യാമറ ഒന്നും നോക്കണ്ട. ഇതിനെയാണ് പറഞ്ഞേക്കണ കുറെ ആൾക്കാർ. ഇപ്പൊ കണ്ടൊരു ഷോട്ട്, ബാക്ക് ഷോട്ട്. പിന്നെ ഞാൻ അതിനെയാണ് കണ്ടേക്കണത്. അതാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞേക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടാ പറഞ്ഞത്, കയ്യിലുള്ളൊരു 2 വള വെച്ചിട്ട്. അറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് ദിലീപേട്ടനാണെന്നൊക്കെ തോന്നിപ്പോയി. അതോ മുടിയൊക്കെ വെച്ചിട്ടുള്ള ഷോട്ടാണ് കാണിച്ചത്. പറയാൻ പറ്റില്ല, ചിലപ്പോ വരാം. ആൻഡ് വാൾട്ടേറിന്റെ പിള്ളേരെ തൊടുന്നോടാ അങ്ങനെ എന്തോ ഡയലോഗ് അവസാനം പറഞ്ഞത്. വാൾട്ടേർ എന്ന് പറഞ്ഞ ഒരാളാണ്
ആളുള്ളത് വരാനുള്ളത്. ഇതിൻ്റെ അകത്ത് ഇനി ഒരു ക്യാരക്ടറും കൂടി അത് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതും നല്ലൊരു സാധനം കേട്ടോ. കാരണം അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഒരു ഗസ്സിങ് ഇങ്ങനെ വന്നോണ്ടിരിക്കുമല്ലോ, ഡിസ്കഷനായി അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിൻ്റെ എടുത്തു പറയണമെന്ന് പറയും ട്രെയിലറിന്റെ ക്വാളിറ്റി ഭയങ്കര ഒരു ആ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ നടക്കുന്ന രീതിയിൽ സംഭവം ഭയങ്കര ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പെട്ടെന്ന് എല്ലാം ഭയങ്കര ഒരു ഫാസ്റ്റ് ഒരു ഫീൽ ഉണ്ടായിരുന്നു. എല്ലാത്തിലും കുറച്ചും കൂടി ഒരു നമ്മൾ പറയില്ല ഒരു ഒട്ടും സ്ലോ ആയിട്ട് പോവാണ്ട് എല്ലാത്തിലും ഒരു പവർ ആൻഡ് എനർജി ഭയങ്കര ഒരു സ്ട്രോങ് ഫീൽ ഉണ്ടായിരുന്നു. ഓരോ ഷോട്ടിലും ക്യൂരിയോസിറ്റി ഫാക്ടറും സാധനങ്ങളൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട്. ട്രെയിലറിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു സാധനം തരാത്ത രീതിയിൽ, അതും റിംഗ് ഓഫ് റൗഡീസ് എന്നുള്ളൊരു പേര് പോലെ തന്നെ ആ ഒരു സ്ഥലം വല്ലാണ്ട് കാണിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഫൈറ്റിന്റെ സ്ഥലം നന്നായി. ആൻഡ് അടിക്കൊക്കെ ഭയങ്കര പവർ അല്ലെ, അടിക്കൊക്കെ ഭയങ്കര പവർ. ശരിക്ക് അർജുൻ അശോകൻ അജഗജാന്തരത്തിൽ ഉണ്ടായിരുന്നല്ലോ അല്ലെ, നമ്മളെ ആന്റണി വർഗീസിന്റെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അങ്ങനെയല്ലേ ഫൈറ്റിന്റെ ഒക്കെ, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു റോഷന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. റോഷൻ നല്ലൊരു ആക്ടറാണ്. വിശാഖ് നായറും ഏതൊക്കെ സിനിമയിലൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ഏത് ഈ പടത്തിലായിരുന്നു, ഇപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു ആരോ ഉണ്ടായിരുന്നു, വിശാഖ് നായർ തന്നെ ഒന്നുണ്ടായിരുന്നു. അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത് കുറെ ഞെട്ടിച്ച ആൾക്കാർ. അപ്പൊ ഇവരൊക്കെ ഒന്നിച്ച് വരുന്ന സമയത്ത് എന്തായാലും അതുകൊണ്ടായിരിക്കണം ഗംഭീര ഞെട്ടിക്കൽ ബിരിയാണി അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. കാരണം ഭയങ്കര ക്വാളിറ്റി, ആ ഷെയ്ഡും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു കളർ ടോൺ, ഒരു ഗോൾഡ് ഷെയ്ഡ് ഇല്ലേ, അതായത് ഒരു മറ്റേ പടം ഇല്ലേ, എന്തായിരുന്നു നമ്മള് ചിരിച്ചത്, അല്ല മറ്റേ ഹേത് വിശാലിന്റെ മറ്റേ പടം മാർക്ക് ആന്റണി, ഏകദേശം ഒരു മാർക്ക് ആന്റണിയുടെ ഒക്കെ ഒരു വൈബിനകത്ത് ഒരു ലൈഗറിനുണ്ടായ ഒരു കുട്ടീനെ പോലെ ഫസ്റ്റ് എനിക്ക് തോന്നിയായിരുന്നു ഇല്ലേ. അതായത് ഫസ്റ്റ് എനിക്ക് സ്റ്റാർട്ടിങ് ലൈഗർ ഫീൽ അടിച്ചിട്ടോ ഫസ്റ്റ് ഇല്ല മറ്റേ ആ റിംഗ് സംഭവങ്ങളൊക്കെ കണ്ടപ്പോ. പക്ഷെ അതിന് ശേഷമാണെങ്കിൽ ഇവര് 3 വാരം കാണിക്കില്ല. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിജയ് ദേവരകൊണ്ടാണ് മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് വേറെ ആരും ഇല്ല, ഒരു ആൾ തന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന പല പല ആൾക്കാർ വരുന്നത് കൊണ്ട്, കുറേയധികം ആൾക്കാരുള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കര ഒരു വിഷ്വലി കാണാൻ ഭംഗിയുണ്ട്. നമുക്കൊരു വെയിറ്റിംഗ് ഉണ്ട് എല്ലാവരുടെയും പെർഫോമൻസ്. കാരണം ഒരാൾ മാത്രമല്ല, കാരണം ഇപ്പൊ അർജുൻ അശോകൻ മാത്രമേ ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ ഏകദേശം ചിലപ്പോൾ ഒരു ലൈഗറൊക്കെ പോലെ ആയി വരുമായിരിക്കും. പക്ഷെ ഇതിനകത്ത് എന്ന് പറയുന്നത് എല്ലാവരും ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ അവരുടെ ആ ഒരു വേ ഓഫ് ആക്ടിങ്, അല്ലെങ്കിൽ അവരെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കറിയാം ചിലർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഷെയ്ഡ് മിക്സ്ഡ് ആയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു ഫ്രോഡ് ലുക്കുകൾ എല്ലാവർക്കും ഉണ്ട്. ഫ്രോഡ് ചെയ്യാൻ പറ്റും, കോമഡി ചെയ്യാൻ പറ്റും, അടിയും ചെയ്യാൻ പറ്റും. 3 രീതിയിലും ചെയ്യാൻ പറ്റും. പാവത്തരവും വരും, അതാ പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു അതാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ആ മർക്കൻ്റെ ഒക്കെ ഒരു വൈബ്, ആ ഒരു കളർഫുൾ ഫീൽ അഗെയിൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട്. പിന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അഗെയിൻ ആ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സംഭവം കയറി കൊളുത്തിയല്ല, പ്രത്യേകിച്ച് ആ ഒരു റിങ്സ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നല്ല രീതിയിൽ തന്നെ പടം ഹിറ്റാവും. ഈ പടം എന്ന് പറയുന്ന ഒരു തിയേറ്റർ വാച്ച് ആയിട്ട് തന്നെ വരണം. അവിടെ കിട്ടണം, അവിടെ കിട്ടിയാൽ മാത്രമേ ഈ പടം ഹിറ്റാവുള്ളൂ. അതായത് തിയേറ്ററിൽ ആ ഒരു അടിക്കണ സമയത്ത് നമുക്ക് കാണുന്ന അടി ആ പൊട്ടണം എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യണം. ഇപ്പൊ RDXലേക്ക് ഇല്ലേ ഒരു അടി പൊട്ടണം, നമ്മൾ ആ മറ്റേ എന്തായിരുന്നു നമ്മളെ ബീഫിന്റെ സീൻ, ഹോസ്പിറ്റത്തെ ആന്റണി അടിക്കുന്ന ഒരു സീനില്ലേ, അവിടെ അടി പൊട്ടണം നമുക്ക് തോന്നും അല്ലേ. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ സീനൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു അടി വേണം എന്നുള്ളൊരു ഫീല് വരുന്ന സമയത്താണ് അടി പൊട്ടണം. അപ്പൊ ആ ഒരു അഡ്രിനലൈൻ റഷ് കിട്ടിയിട്ട് നമ്മൾ ആ ഒരു അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അജഗജാന്തരത്തിൽ തന്നെ എക്സാമ്പിൾ, അതില് ആ ഒരു പെട്ടുപോകുന്നെടുക്കുന്ന ഒരു ഫൈറ്റ് വരുന്നൊരു സംഭവമില്ലേ, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നൊക്കെ ആ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് എല്ലാ ലാംഗ്വേജിൽ ഇറക്കുന്നത്. അപ്പൊ എന്തായാലും അത് ഭയങ്കര ഒരു സർപ്രൈസിങ് സംഭവം തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.